ദേശീയ രാഷ്ട്രീയം ഒരുപക്ഷേ ഒരു വഴിത്തിരിവിലേക്ക് പോകുന്നത് BJP-യുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. ഒന്നാമത് ഏറാൻ മൂളികളായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉണ്ടാക്കി. അതെങ്ങനെ ഉണ്ടാക്കി എന്ന് നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അതിലൊറ്റ കാര്യം മാത്രം നമ്മൾ ഓർമ്മിക്കുക, നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി, 2 പ്രധാനമന്ത്രി, ഒരു ക്യാബിനറ്റ് മെമ്പറും പിന്നെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഭൂരിപക്ഷം സ്വന്തം പാർട്ടിയുടെ ഭരിക്കുന്നവരുടെ കയ്യിലായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കമ്മീഷണർമാരായിട്ട് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ നിഷ്പക്ഷത അവിടെ പോയി. ആ കേസ് സുപ്രീം കോടതി കിടക്കുകയാണ്. അതിൻ്റെ ആമുഖം നമ്മൾ മുമ്പ് ചെയ്ത സ്റ്റോറിയുടെ പറഞ്ഞത് മാത്രമല്ല, അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ കമ്മീഷനെ, ആജ്ഞാനുവർത്തിയായ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചിട്ട് 7 ഘട്ടങ്ങളിലായിട്ട് വോട്ടെടുപ്പ് വെച്ചു. 1.5 മാസം നീളുന്ന വോട്ടെടുപ്പ്. BJP-ക്ക് പറ്റിയ ആദ്യത്തെ അബദ്ധം അതാണ്. രണ്ടാമത്തെ അബദ്ധം 400-ലധികം സീറ്റ് നേടുക എന്നുള്ള ആ മുദ്രാവാക്യമുണ്ടല്ലോ. മുമ്പ് വാജ്പേയി സർക്കാർ 5 കൊല്ലം കാലാവധിയുള്ള അടൽ ബിഹാരി വാജ്പേയി സർക്കാർ 4 കൊല്ലം കഴിയുമ്പോൾ പാർലമെന്റ് പിരിച്ചുവിട്ടിട്ട് ഇന്ത്യ തിളങ്ങുന്നു, ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞിട്ട് BJP ഇപ്പം ജയിച്ച് വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് പോയ തെരഞ്ഞെടുപ്പ് നമ്മൾ ഓർത്ത് നോക്കുക. BJP തോറ്റ് തുന്നം പാടിയിട്ട് പ്രതിപക്ഷ സഖ്യം, കോൺഗ്രസ് നയിക്കുന്ന സഖ്യം അധികാരത്തിൽ വന്നത് നമ്മൾ മറന്നു പോകരുത്. എന്ന് പറഞ്ഞതുപോലെ BJP അവർ തന്നെ അവരുടെ ശവക്കുഴി തോണ്ടുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം. ഞങ്ങൾ കാര്യകാരണ സഹിതമാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്താണ്? 400-ലധികം സീറ്റ് BJP നേടും, 40+. BJP ഒറ്റയ്ക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം നേടും, 370 കടക്കും. സഖ്യകക്ഷികളെല്ലാം കൂടി 400-ന് മുകളിൽ പോയിട്ട് ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രം മാറ്റി എഴുതും. നെഹ്റുവിൻ്റെ കാലത്തും രാജീവ് ഗാന്ധിയുടെ കാലത്തും നേടിയ മൃഗീയ ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് BJP കടക്കും. BJPയും സഖ്യകക്ഷികളും NDA 400 കടക്കും എന്നുള്ള മുദ്രാവാക്യം തന്നെ BJPക്ക് തിരിച്ചടിയായി. അവരിപ്പോൾ അത് മിണ്ടാണ്ടായി. അതിൻ്റെ കാരണം ഞാൻ പറയട്ടെ, മോദിയുടെ ഈ പ്രഖ്യാപനം 400+, 400-ലധികം ഫോർ NDA, BJPക്ക് ഒറ്റയ്ക്ക് 370, ഇത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കി. എന്താണ്? അതാണ് ഹിന്ദുത്വ അജണ്ടയ്ക്ക് കിട്ടുന്ന തിരിച്ചടി. അവിടെയാണ് രാമക്ഷേത്ര നിർമ്മാണം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് കൊണ്ടുവരാൻ BJPക്ക് സാധിച്ചില്ല. 1-ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ BJPക്ക് അപകടം മണത്തു. 2-ാം ഘട്ടത്തിൽ 400+ സീറ്റ് മുദ്രാവാക്യം ഉപേക്ഷിച്ചു. രാമ പ്രാണപ്രതിഷ്ഠയെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. അങ്കലാപ്പിലായി BJP നേതൃത്വം, മോദിയും സർക്കാരും അമിത്ഷായും RSS നേതൃത്വവും. 2-ാം ഘട്ടം തെരഞ്ഞെടുപ്പിൽ BJP 400-ലധികം സീറ്റ് എന്നുള്ള മുദ്രാവാക്യം ഉപേക്ഷിച്ചു. എന്താ കാര്യം? അത് തിരിച്ചടിയാകുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. എന്താ തിരിച്ചടി? ജനങ്ങളിൽ ഭയം സൃഷ്ടിച്ചു ഈ മുദ്രാവാക്യം, 400-ലധികം സീറ്റ്. എന്താണ് ആ ഭയം? ഭരണഘടനയെ ആകപ്പാടെ പൊളിച്ചെഴുതുമെന്നുള്ള ഭീതി ജനങ്ങളിൽ വന്നു. ജനങ്ങളെ ഭീതിയിലും ആശങ്കയിലുമാക്കിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയത്തില്ല. ലോക ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എവിടെയൊക്കെ ജനാധിപത്യ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഭീതിയുടെ മുനയിൽ ഒരിക്കലും ഒരു സർക്കാരിനും വീണ്ടും ജയിച്ചു വരാൻ പറ്റില്ല. BJP സ്വയം ശവക്കുഴി തോണ്ടി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ 2 കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനമാണ് 400-ലധികം സീറ്റ് എന്നുള്ള മുദ്രാവാക്യം 2-ാം ഘട്ടം മുതലില്ല. ഇനി 5 ഘട്ടം ബാക്കിയുണ്ട്, 7 ഘട്ടങ്ങളിൽ. ഈ 5 ഘട്ടങ്ങളിലും BJPക്ക് വരാൻ പോകുന്നത് തിരിച്ചടികൾ തന്നെയാണ്. കാരണം ജനങ്ങൾ ഭയന്നിരിക്കുകയാണ്, വോട്ടർമാർ. ഇവർക്ക് 400 സീറ്റ് കൊടുത്താൽ ഇവരെന്താ കാട്ടിക്കൂട്ടുക എന്ന ഭീതി ജനങ്ങളിലുണ്ട്.
ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ജനാധിപത്യം ജീവവായുവായിട്ട് ജീവശ്വാസമായിട്ട് കൊണ്ടു നടക്കുന്ന ജനതയാണ് ഇന്ത്യയിലുള്ളത്. അവരുടെ മനസ്സിലേക്ക്, അവരുടെ തലയിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് ഒരു ഭീതി എറിയുകയാണ്. 400 സീറ്റ് BJP സഖ്യം നേടും NDA. പിന്നെന്താ, ഞങ്ങൾ ഇഷ്ടം പോലെല്ലാം മാറ്റി എഴുതും ഭരണഘടന. അപ്പൊ രണ്ടാം ഘട്ടം വന്നപ്പം നരേന്ദ്രമോദി ഒരു ജാമ്യം എടുത്തു. അത് ആരെങ്കിലും ശ്രദ്ധിച്ചോ നമ്മുടെ പ്രേക്ഷകര്? ഞങ്ങൾ ഭരണഘടന മാറ്റി എഴുതാൻ പോകുന്നില്ല എന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് റാലിയിൽ. അതിന്റെ അർത്ഥം എന്താണ്? ആശങ്ക അകറ്റുക. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഭരണഘടന എഴുതി മാറ്റാൻ പോകുന്നില്ല, മുഴുവൻ പരിഷ്കരിക്കാൻ പോകുന്നില്ല, ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി. ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് 400 സീറ്റ് കിട്ടിയാൽ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് BJPക്ക് 370 സീറ്റ് കിട്ടിയാൽ നിങ്ങൾ ഈ ഭരണഘടനയെ അട്ടിമറിക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യം വന്നു. പേടിക്കുന്നു അവർക്ക് ആശങ്കയുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വോട്ടൊന്ന് ജയിപ്പിച്ചാൽ നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടുക എന്നുള്ളത്. രാജ്യസഭയിലും ഭൂരിപക്ഷം വേണം, ലോക്സഭയിൽ ഭരണഘടന മുഴുവൻ മാറ്റിയെഴുതാൻ. ജനങ്ങൾ ജാഗരൂകരാണ്. അതാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ BJPക്ക് ആശങ്ക വന്നത്. രണ്ടാം ഘട്ടവും ആശങ്കയാണ്, മൂന്നാം ഘട്ടവും ആശങ്ക വർദ്ധിപ്പിക്കും. അവിടെയാണ് ജാമ്യം എടുക്കാൻ നോക്കുന്നത്. ഞങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ഞങ്ങൾ തൊടില്ല, ഒന്നും ചെയ്യത്തില്ല. നിങ്ങളെ ആർക്ക് വിശ്വസിക്കാൻ പറ്റും? നിങ്ങൾ ഇപ്പം ഇതുവരെ കാട്ടിക്കൂട്ടിയത് വെച്ചിട്ട് BJP സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാരിനെ. അപ്പം അതുകൊണ്ട് BJPക്ക് തിരിച്ചടികൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇനിയും 5 ഘട്ടമായിട്ട് നടക്കാൻ പോകുന്നത്. ബാക്കി ഇവിടെ BJP കാണിച്ച മണ്ടത്തരം ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ സ്വാധീനിച്ച് 1.5 മാസം നീട്ടിവെച്ചതാണ്, 5-7 ഘട്ടമായിട്ട്. ഇതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റും, പുതിയ മുദ്രാവാക്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പം നമുക്കതിൻ്റെ മേൽക്കൈ കിട്ടും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ, കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി എന്നുള്ളത് ഇപ്പോൾ BJP തിരിച്ചറിയുന്നുണ്ട്, RSSും തിരിച്ചറിയുന്നുണ്ട്, സംഘ് പരിവാർ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഭയത്തിൽ നിന്നുള്ള പറച്ചിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഭരണഘടനയെ ഞങ്ങൾ തൊടില്ല, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ഞങ്ങൾ തൊടുന്നില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ആ ഭീതി അകറ്റാനുള്ള ശ്രമമാണ്. പക്ഷെ അത് വിജയിക്കാൻ പോകുന്നില്ല. അവിടെയാണ് BJPക്ക് അക്കിടി പറ്റിയത്. അതായത് വാജ്പേയി സർക്കാരിന് ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞിട്ട് ഇലക്ഷനിൽ പോയിട്ട് തോറ്റുപോയതുപോലെ 400 സീറ്റ് ലക്ഷ്യം, മോദി പ്രഖ്യാപനം, ഒറ്റയ്ക്ക് 370, ഇതാണ് നിങ്ങൾക്ക് പാരയായത്. പിന്നെ ആജ്ഞാനുവർത്തിയായ ഒരു ഇലക്ഷൻ കമ്മീഷനെ വെച്ചിട്ട് ഈ ഇലക്ഷൻ ഷെഡ്യൂളിൽ ഉണ്ടാക്കിയത് 3ാമത്തെ തിരിച്ചടിയാണ് എന്നിപ്പോൾ BJP മനസ്സിലാക്കി കഴിഞ്ഞു. ഓരോ പ്രസ്താവനയും, BJP നേതൃത്വം പറയുന്ന ഓരോ പ്രസ്താവനയും നോക്കിയാൽ ഇത് വ്യക്തമാണ്. അപ്പം ഇതുകൊണ്ട് അതായത് പണ്ട് വിഭജന കാലത്ത് എന്തായിരുന്നു മുദ്രാവാക്യം? ഇന്ത്യ വിഭജിക്കപ്പെട്ടു, പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടു. അപ്പം മുസ്ലിങ്ങൾക്കൊരു രാജ്യം നമ്മൾ കൊടുത്തു, ഇനി ഇന്ത്യ ഹിന്ദു രാജ്യമാണ് എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. അതിന് വിലങ്ങുതടിയായിട്ട് നിന്നവരെ എങ്ങനെ ഒതുക്കാമെന്ന് നോക്കി. അവിടെയാണ് മഹാത്മാഗാന്ധിയെ നാഥുറാം ഗോഡ്സെ വധിക്കുന്നത്. ഗോഡ്സെ ഗാന്ധിജിയുടെ നേർക്ക് നിറയൊഴിക്കുമ്പോൾ അത് ഹിന്ദുത്വയുടെ ഒരു അജണ്ടയുടെ പ്രഖ്യാപനമായിരുന്നു. മുസ്ലിങ്ങൾക്കൊരു രാജ്യം കൊടുത്തില്ലേ പാകിസ്ഥാൻ? ഇനി ബാക്കി മുസ്ലിങ്ങൾ വേണേൽ അങ്ങോട്ട് പൊക്കോട്ടെ, ഇതിനി ഹിന്ദു രാജ്യമാണ്. അതിന് തടയിടാൻ നിന്നാൽ നെഹ്റു ആയാലും ഗാന്ധിജി ആയാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമായിരുന്നു മഹാത്മജിയെ വധിച്ചത് നാഥുറാം ഗോഡ്സെ എന്ന് നമ്മൾ ഓർക്കുക. ഇതാണ് ചരിത്രം. അപ്പോൾ ഇത്രയും വൈകിട്ട് ഇപ്പോഴെങ്കിലും അത് നടപ്പാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അതിനാണ് പൗരത്വ ഭേദഗതി കൊണ്ടുവന്നത്. ഇതിൻ്റെ മറ്റൊരു രൂപമാണ്. പാകിസ്ഥാനിന്നോ അഫ്ഗാനിസ്ഥാനിന്നോ ബംഗ്ലാദേശിന്നോ ഒക്കെയുള്ള മുസ്ലിങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ പൗരത്വം നൽകാനാവില്ല. എന്നാൽ ബാക്കി സമുദായക്കാർക്കെല്ലാം കൊടുക്കാം. മറ്റ് ബുദ്ധ, ക്രിസ്ത്യൻ, ജൈന, പാഴ്സി, ബാക്കി എല്ലാവർക്കും കൊടുക്കാം. ഈ പൗരത്വ ഭേദഗതിയെ പോലും ഇവിടുത്തെ ജനങ്ങൾ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ബാക്കി ഘട്ടങ്ങളിലെ ഇലക്ഷൻ. 2 ഘട്ടത്തിലെ ഈ പറയുന്ന അതിൻ്റെ റെസ്പോൺസ്, ജനങ്ങളുടെ പ്രതികരണവും അത് അടിവരയിടുന്നുണ്ട്. അപ്പം ഇത് തെറ്റിച്ചത് ആരൊക്കെയാണ്?
ഹിന്ദു രാഷ്ട്രം എന്ന ഹിന്ദുത്വ അജണ്ടയ്ക്ക് പാര വെച്ചത് ആരൊക്കെയാണ്? അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. അതാരാണ്? ഒന്ന് മഹാത്മാഗാന്ധി, 2 പണ്ഡിറ്റ് നെഹ്റു, 3 സാക്ഷാൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഈ 3 പേരാണ് നമുക്ക് അള്ളുവെച്ചത്. നമ്മുടെ ഹിന്ദു രാഷ്ട്ര നിർമ്മാണ പദ്ധതിക്ക് അള്ളുവെച്ചത് ഈ 3 പേരാണ്. ഗാന്ധിജിയും നെഹ്റുവും അംബേദ്കറുമാണ്. അതുകൊണ്ട് ഇനി കിട്ടുന്ന അവസരത്തിൽ നമ്മൾ ഹിന്ദു രാഷ്ട്രം നടപ്പാക്കും. 400 സീറ്റ് നേടട്ടെ, ഞങ്ങൾ ഇത് നടപ്പാക്കും എന്നുള്ള ആ ഒരു പ്രഖ്യാപനമാണ് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയത്. അതിൻ്റെ ഫലം BJP ഇപ്പോൾ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ കാണിച്ചതെല്ലാം മണ്ടത്തരങ്ങളാണെന്ന് ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ബോധ്യമാവും.